എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നുണ്ട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചിടാം. ഞാൻ പറഞ്ഞാറുണ്ട് നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് ആരും തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന്. അതിനുള്ള തെളിവാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ആകെ 7 പേര് മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക. കാരണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു മിസ്ചീജിയസ് ക്യാരക്ടറിനെ കുറിച്ചാണ്. നമ്മുടെ ഇമൂന് കിട്ടിയ അത്ര പോലും സ്ക്രീൻ ടൈം ഒന്നും തന്നെ ഈ ക്യാരക്ടർ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഓടെ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കോങ്ങിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ വൺ പീസിൽ നമ്മുടെ കോങ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്യാരക്ടറിനെ പറ്റി പല കൂട്ടുകാർക്കും ഒരു പിടുത്തം ഉണ്ടായിട്ടില്ല. ഈ ക്യാരക്ടർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് വേണ്ടിയാണ്. വേൾഡ് ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ കമാൻഡർ ഇൻ ചീഫാണ് ഈ ക്യാരക്ടർ നമ്മുടെ ഗോറോസയ്ക്ക് ഡയറക്റ്റ് കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ കോങ് നമ്മുടെ റോജറും അതുപോലെ തന്നെ നമ്മുടെ റോക്സും ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള ഫ്ലീറ്റ് അഡ്മിറൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കോങ് എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ പവർഫുൾ ആകാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഫ്ലീറ്റ് അഡ്മിറൽ ആകണമെങ്കിൽ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിന് മാത്രമാണ് അവർ ഫ്ലീറ്റ് അഡ്മിറൽ ആക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ സെങ്കോക്കു നമ്മുടെ ഫ്ലീറ്റ് അഡ്മിറൽ ആകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ വളരെ ഓൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നിരുന്നാലും കൂടി വളരെ പവർഫുൾ ആകാൻ ഇപ്പോഴും നല്ല ചാൻസ് ഉണ്ട്. ഈ ക്യാരക്ടറിനെ കുറിച്ച് പല തിയറീസും വരുന്നുണ്ട്. ഈ ക്യാരക്ടർ നമ്മുടെ ഗാർപ്പിൻ്റെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് സത്യമാകുന്നു. നമ്മുടെ മങ്കി ഫാമിലിയിലേക്ക് ഇനിയൊരു മെമ്പർ കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തിയറി സത്യമാകാൻ ചാൻസ് ഇല്ല. അതുമാത്രമല്ല അത്രമാത്രം ഓൾഡ് ആകാൻ ചാൻസും ഇല്ല ഈ കോങ് എന്ന് പറയുന്ന ക്യാരക്ടർ. എന്തായാലും ഫ്യൂച്ചറിൽ എന്തായാലും നല്ലൊരു റോള് നമ്മുടെ കോങ്ങിന് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ കോങ്ങിൻ്റെ ഡെവിൾ ഫ്രൂട്ട്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും കിട്ടിയിട്ടില്ലെങ്കിലും എന്തായാലും കോങ് ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്. കാരണം നമുക്കറിയാം നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ അഡ്മിറൽസിന് വളരെ യൂണിക്കായിട്ടുള്ള ഡെവിൾ ഫ്രൂട്ടാണ് കൊടുക്കാറുള്ളത്. അത് നമുക്ക് ഇതുവരെയുള്ള 7 അഡ്മിറൽസിനെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. കീസാരു, അതുപോലെ തന്നെ അക്കൈനു, കൂസ, ഫൂജിറ്റോറ, ഗ്രീൻ ബുള്ള്, പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് അഡ്മിറലായിട്ടുള്ള നമ്മുടെ സെങ്കോക്കു, അതുപോലെ തന്നെ നമ്മുടെ കോങ്, ഇവരുടെ ഒക്കെ ഡെവിൾ ഫ്രൂട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ടാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോങ്ങിന് ഇതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെവിൾ ഫ്രൂട്ട് കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ചില തിയറിയിലൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ കോങ്ങിന് നമ്മുടെ ഗോഡ്സിലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡെവിൾ ഫ്രൂട്ടാണ് ഉള്ളതെന്ന്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഗോഡ്സിലെ ദേഹത്തെ മുത്ത് ഒരു സ്പൈക്കായിട്ടുള്ളൊരു സാധനം നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മുടെ കോങ്ങിൻ്റെ ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ ബിയേഡും നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അത് വെച്ചിട്ടാണ് ചിലർ പറയുന്നത് നമ്മുടെ കോങ്ങിൻ്റെ ഡെവിൾ ഫ്രൂട്ട് ഗോഡ്സിലായിട്ട് ബന്ധമുണ്ട്. ചിലപ്പോൾ ഈ തിയറി സത്യമായേക്കാം. അല്ലാതെ നമ്മുടെ കോങ്ങിൻ്റെ പവേഴ്സിനെ പറ്റി മറ്റൊരു തരത്തിലുള്ള കൺഫർമേഷൻസോ ഒന്നും തന്നെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോങ് എന്തായാലും വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എന്തായാലും നമ്മുടെ വൺ പീസിൻ്റെ സ്റ്റോറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത് തന്നെ നമ്മുടെ കോങ്ങിനെ നമ്മുടെ വൺ പീസിൽ വീണ്ടും കാണാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് കോങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആ തൊട്ടടുത്തുനിന്ന് ബെല്ലൈക്കനും കൊണ്ട് നിന്ന് എനേബിൾ ചെയ്ത് ആ ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ.